പുഷ്പവതി ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. പുഷ്പവതി, ഇപ്പോൾ സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയാണ് താങ്കൾ. താങ്കളെ അറിയില്ല എന്നുള്ളത് ഒരു വലിയ കുഴപ്പമല്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇന്ന് നടത്തിയ പ്രതികരണം ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി, അങ്ങനെ പത്രത്തിൽ ഫോട്ടോ അടിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ പ്രതികരണം എന്നാണ് പുഷ്പവതിയുടെ പ്രതികരണത്തിനെ പറ്റി പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി പറയാൻ നിങ്ങൾ ആരാണ് എന്ന ചോദ്യം വരുന്നുണ്ട്. മാത്രമല്ല, അതൊരു ചന്തയല്ല എന്നുകൂടിയാണ് പുഷ്പവതിയോട് അടൂർ ഗോപാലകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ഇന്ത്യൻ പൗരയാണ്, ഒരു സിംഗറാണ്, ഇന്ത്യൻ നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയാണ്. പിന്നെ സർക്കാർ എന്നെ ക്ഷണിച്ചതിന് പ്രകാരമാണ് ഞാൻ അവിടെ എത്തിയത്, വലിഞ്ഞു കയറി വന്നതല്ല. ഇതാണ് ഒരു മറുപടി. മറ്റെന്താണ് ഞാൻ പറയേണ്ടത്? അല്ല, ചന്തയല്ല എന്ന് പറയുന്നു. ചന്തയിൽ പ്രതികരിക്കുന്നത് പോലെ, അതായത് അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുമ്പോൾ ഇടയിൽ കയറി എങ്ങനെയാണ് അവിടെ പുഷ്പവതിക്ക് ആവുക എന്ന് ചോദിക്കുന്നു. പുഷ്പവതി അവിടെ നിർത്താൻ ആവശ്യപ്പെടുന്നത് അവിടെ കാണികൾ ഇരുന്ന കുറച്ചു പേരാണ്. എന്തുകൊണ്ട് മന്ത്രിമാർ ഇടപെട്ടില്ല എന്ന് പരാതി കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മനോനില ഈ ആർക്കും ഇനി തിരുത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അത് അദ്ദേഹം ജനിച്ച് വളർന്ന ആ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു മനോനിലയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ അതങ്ങ് ഉറച്ചു പോയിട്ടുണ്ട്. ഇനി പിന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് സത്യത്തില്. ഈ പ്രതികരണത്തിന് ശേഷം പുഷ്പവതി ആ പ്രതികരണം നടത്തുമ്പോൾ നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങളിൽ പുഷ്പവതി മാത്രമാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു കയ്യടിയൊക്കെ ഉയരുന്നുണ്ട്. ഏത് കോണിൽ നിന്നാണ് നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്നില്ല, നല്ല കയ്യടി വരുന്നുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ. അതിനുശേഷം പുഷ്പവതി സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ് പുഷ്പവതിക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ ആ സമയത്തുണ്ടായത്? എവിടെയും കണ്ടില്ല. ആ സമയത്ത് പിന്നെ കൈയടിക്കാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ കൈയടിച്ചെന്ന് അറിയില്ല, കാരണം ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതും പിന്നെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അത് സംസാരിക്കുമ്പോ അതിന് തക്കതായി മറുപടി കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വർഗബോധത്തിൽ നിന്നാണ്. അതായത് എന്റെ വംശത്തെ കുറിച്ച് ഉള്ള ഒരു അധിക്ഷേപമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്. പുഷ്പവതിക്ക് അതിൽ ഫീൽ ചെയ്ത ഭാഗം എന്ന് പറയുന്നത് അഴിമതിക്കാണ് ഈ പണം എന്നതാണോ? ഞാൻ പറയുന്നു, ഡോക്ടർ ബിജുവിനെ പോലെ 15ഓളം സിനിമകളൊക്കെ എടുത്ത് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധ നേടിയ ഒരു ദളിതനായിട്ടുള്ള ഡയറക്ടറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും പ്രത്യേക പരിശീലനം നേടിയിട്ടൊന്നും അല്ല സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോ ഈ ദളിതർക്ക് പിന്നെ 1.5 കോടി കൊടുക്കുമ്പോൾ മാത്രം ഒരു പ്രത്യേക പരിശീലനം കൊടുക്കണം എന്ന് പറയുന്നതില് ആ ഒരു മനോനില, അത് ഏത് തരം ചിന്തയിൽ നിന്നാണ് വരുന്നത് എന്ന് തലയ്ക്ക് വെളിവുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ദളിതർക്കും സ്ത്രീകൾക്കും. അതെ, ദളിതർക്കും സ്ത്രീകൾക്കും ഇതെല്ലാം സാമൂഹികപരമായിട്ടുള്ള വശങ്ങളുണ്ട്. അതൊക്കെ ആലോചിച്ചാൽ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാവും. ഇതിനുശേഷം പുഷ്പവതിയോട് എങ്ങനെ പ്രതികരിക്കരുതായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറയാൻ ആർക്കാണ് ഇവിടെ ധൈര്യം? എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണഘടനാപരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അവകാശമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അവിടെ നിന്ന് പറയാമെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായം ഇവിടെ നിന്ന് പറയാം. ഇപ്പോൾ സർക്കാരിൽ നിന്ന് തന്നെ 2 തരം പ്രതികരണങ്ങളാണല്ലോ വരുന്നത്. VN വാസവന് അതൊരു അധിക്ഷേപമായി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ മന്ത്രി ആർ ബിന്ദു അതിശക്തമായി പ്രതികരിക്കുന്നു. AN ഷംസീർ അതിശക്തമായി പ്രതികരിക്കുന്നു. അതിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാരിൽ നിന്ന് തന്നെ വരുന്ന വ്യത്യസ്ത പ്രതികരണങ്ങളെ എങ്ങനെ കാണുന്നു? ഇവിടുത്തെ ദളിതരുടെ പ്രശ്നങ്ങൾ എന്താന്ന് പഠിക്കട്ടെ ആദ്യം. എല്ലാവർക്കും ചിലപ്പോൾ ശരിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. അല്ലാതെ ഞാൻ എന്താ പറയാ, ഇവിടുത്തെ ദളിതരുടെ പ്രശ്നങ്ങൾ അവരാദ്യം പഠിക്കട്ടെ. ശരി, അടൂരിനോട് എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, അദ്ദേഹം ദളിതരുടെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് നല്ലൊരു സിനിമ എടുക്കട്ടെ എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് സജസ്റ്റ് ചെയ്യാനുള്ളത്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായും സിനിമയിൽ 60 വർഷമായി അദ്ദേഹം സിനിമയിൽ പ്രവർത്തിക്കുന്നു. സിനിമയുടെ A to Z അറിയാം. നിങ്ങൾക്ക് സാങ്കേതിക ജ്ഞാനമില്ല, സിനിമയുടെ ലൈറ്റിംഗ് എങ്ങനെയാണ്, ക്യാമറ എങ്ങനെയാണ്, ഒന്നും അറിയില്ല. ഒന്നും അറിയാത്തവരാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ രോഷം. അത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു.
ഒന്നും അറിയാത്തവനാണോ ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകൾ? എത്രയോ പേരുണ്ട് കേട്ടോ. ഞാൻ ഡോക്ടർ ബിജുവിന്റെ പേര് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് പോലും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. അതല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. ശരി, അവസാനമായി പുഷ്പവതിക്ക് എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്? ഇപ്പോൾ അടൂരിനോട് എന്തു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു? കാരണം അടൂർ ഇതിൽ നിന്നൊരു മനസ്സിലാക്കലിലേക്ക് എത്തിയെന്ന് കരുതുന്നില്ല. കാരണം കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ് ഇന്നത്തെ പ്രതികരണം. അദ്ദേഹത്തോട് ഞാൻ ഇനി എന്ത് പറയാനാ? ഈ ഒരു പ്രായത്തില് ഇനി അദ്ദേഹത്തെ എന്ത് പഠിപ്പിക്കാനാണ്? നമ്മളൊന്നും അതിനുള്ള ഒരാളല്ല. എനിക്ക് അദ്ദേഹത്തിനോടൊരു അപേക്ഷയാണ്. ആളുകളുടെ പ്രശ്നങ്ങളെ പഠിച്ചിട്ട് വേണം പൊതുവേദിയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. അവർക്കും വേണം ചില പഠനങ്ങൾ. ഞങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ശരിയാണ്. വളരെ നന്ദി പുഷ്പവതി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ബാക്കി അതിഥികളിലേക്ക് ഞാൻ Debate with Smriti Parithikkad.